ഹായ്, വെൽക്കം ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് റഫെല്ലോ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം. അതായത് കോക്കനട്ട് പുഡിംഗ് എന്നൊക്കെ പറയാം. നമ്മുടെ റഫെല്ലോ മുട്ടായിയുടെ ഫ്ലേവറിലുള്ള ഒരു പുഡിങ്, അതായത് നമ്മുടെ തേങ്ങായും ആൽമണ്ട്സും ക്രീമിൻ്റെയും കൂടെ ഒക്കെ ഉള്ളൊരു ഫ്ലേവർ. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് തീ കത്തിക്കുക പോലും വേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്. ഇത് യാതൊരു നിർബന്ധവുമില്ല, വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഡെക്കറേഷന് വേണ്ടി മാത്രം എടുത്തിരിക്കുവാണ്. വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ബേസിക് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ആൽമണ്ട്സിൻ്റെ ഫ്ലേവറിന്, ബദാമിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട് ഫ്ലവർ ചേർത്ത് കൊടുക്കാം. ആൽമണ്ട്സ് മുഴുവനത്തെ ഉള്ളതായാലും മതി. എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് ആൽമണ്ട്സ് പൊടിച്ചത് ഇരുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടും നമുക്ക് ആൽമണ്ട്സ് യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റോ റസ്കോ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പൊടിച്ച് ചേർക്കാം. ഞാനിവിടെ റസ്ക്കാണ് ഉപയോഗിക്കുന്നത്. ബിസ്ക്കറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു പുഡിങ്ങിൻ്റെ ബേസ് ലെയറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓരോ സ്പൂണിലും ആ ക്രീമും ബേസ് ലെയറും കൂടെ ഒക്കെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ബദാമും ബിസ്ക്കറ്റോ റസ്കോ ഒക്കെ ഇതുപോലെ പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് നമ്മുടെ മൈക്രോവേവിൽ ഒരു 10 സെക്കൻഡ് വെച്ച് മെൽറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നെടുത്ത് സ്റ്റിർ ചെയ്ത് തിരിച്ച് വീണ്ടും ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ആ ബോൾസ് വെച്ചിട്ടില്ലായിരുന്നു, നമ്മുടെ റഫെല്ലോ ക്യാൻഡി കണക്കെ, അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തത്. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ബോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ റൈസ് പഫ്സിൻ്റെ മുകളിൽ മിൽക്ക് ചോക്ലേറ്റ് കോട്ട് ചെയ്തതാണ്, അതായത് നമ്മുടെ പൊരിയുടെ മുകളിൽ. ഇതിന് പകരം ഹേസൽനട്ടോ ഒക്കെ യൂസ് ചെയ്യാം. ഇതൊന്ന് വൈറ്റ് ചോക്ലേറ്റിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ഒരു റഫെല്ലോ ക്യാൻഡിയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും നട്ട്സൊക്കെ ഇതുപോലെ കോട്ട് ചെയ്തെടുത്താലും മതി. ഹേസൽ നട്ട്സൊക്കെ കറക്റ്റ് ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള മിനി റഫെല്ലോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ബേസ് ലെയറും ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഞാൻ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് പാല് ചൂടാക്കി അതിലൊരു 2 ടീസ്പൂൺ അഗാർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ഒന്ന് കലക്കി വെക്കണം. കാരണം ആ ചൂടൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിത് വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പാലൊന്ന് ചൂടാക്കി നമ്മുടെ അഗാർ ഒരു 2 ടീസ്പൂൺ കലക്കി അരിച്ച് ഒന്ന് മാറ്റി വെച്ചേക്കുക. അപ്പോൾ അത് സെറ്റായി പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം നമുക്കിതുപോലെ വിപ്പ് ചെയ്തെടുക്കാം. ചിൽഡ് ബൗളിലും ഒക്കെ വെച്ചിട്ട് വിപ്പ് ചെയ്യുമ്പോഴാണ് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പായി വരുന്നത്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് പകരം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇച്ചിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിലേക്ക് കുറച്ച് വെനില എസൻസും ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുകയാണ്. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പല്ല, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, കാരണം ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസിൻ്റെ മിശ്രിതം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വിപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് സെറ്റായി പോകും. അങ്ങ് റൂം ടെമ്പറേച്ചറിൽ തന്നെ ചൈന ഗ്രാസ് സെറ്റാവും. ഇതിന് പകരം നിങ്ങൾക്ക് ജെലാറ്റിൻ യൂസ് ചെയ്താലും മതി, അതായിരിക്കും കുറച്ചുകൂടെ ചിലപ്പം നല്ലത്. കാരണം ഇത് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസിൻ്റെ മിശ്രിതവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് വിപ്പ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബേസ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേസ് ലെയറിന് വേണ്ടിയിട്ടുള്ള ആൽമണ്ട് ഫ്ലോറിലോട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ലെയറായിട്ട് ബേസ് ലെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഓരോ സ്പൂണിലും 2ൻ്റെയും കൂടെ ഉള്ളൊരു ബാലൻസ്ഡ് ടേസ്റ്റാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. അപ്പം ഇതിലും കൂടുതലായിട്ട് നിങ്ങൾ ബേസ് ലെയർ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീമിൻ്റെ ലെയർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2 ലെയേഴ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു മണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. അതോടൊപ്പം കുറച്ച് ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ച് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത വൈറ്റ് ചോക്ലേറ്റും പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന റഫെല്ലോ മിനി ബോൾസും കൂടെ വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ റഫെല്ലോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.